കേന്ദ്രവിഹിതം മുടങ്ങിയതോടെ സംസ്ഥാനത്തെ സമരശിക്ഷ അഭിയാൻ വഴിയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പ്രതിസന്ധിയിലാണ്. 1.5 ലക്ഷം ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠനമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. 513 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകാനുള്ളത്. 60:40 എന്ന അനുപാതത്തിലാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതികൾ നടപ്പാക്കുന്നത്. ആകെ 855 കോടിയാണ് ഈ വർഷം ചിലവ് വരുന്നത്. കേന്ദ്രം നൽകേണ്ട 513 കോടി ലഭിക്കാതായതോടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സൗജന്യ യൂണിഫോം, പാഠപുസ്തക വിതരണം, അധ്യാപക പരിശീലനം, SC/ST വിദ്യാർത്ഥി ആനുകൂല്യങ്ങൾ എന്നിവയെ ബാധിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസം നിലയ്ക്കുന്ന അവസ്ഥയിലാണ്. കണ്ണട, ശ്രവണ സഹായി, വീൽചെയർ, കിടക്ക തുടങ്ങി സഹായ ഉപകരണങ്ങളുടെ വിതരണം പൂർണ്ണമായും മുടങ്ങി. കണ്ണട, ഹിയറിംഗ് എയ്ഡ്, വീൽചെയർ, CP ചെയർ, അതുപോലുള്ള മറ്റൊരുപാട് കുട്ടികളുടെ ഷൂ, അവരുടെ മറ്റ് പരിമിതികളെ മറികടക്കാനുള്ള ഒട്ടേറെ ഉപകരണങ്ങളുണ്ട്, സഹായ സാധനങ്ങൾ. ഇതൊന്നും ഈ വർഷം ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായൊരു അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്നൊരു വലിയ പ്രശ്നമാണ്. ഭിന്നശേഷിയിലെ പെൺകുട്ടികൾക്ക് സവിശേഷമായ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനുള്ള ഒരു ഗേൾസ് സ്റ്റൈപ്പൻഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സംഗതികൾക്ക് പോലും ഈ വർഷം അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അവസ്ഥ. സഹായം നിലച്ചത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് മാതാപിതാക്കളും പറയുന്നു. പുറമേ നിന്ന് പൈസ കൊടുക്കാറിഞ്ഞാൽ ഇവർ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് വാങ്ങി വെക്കാൻ പറ്റില്ല. ഇവരെ ലോസിനനുസരിച്ചിട്ട് ഒരു പക്ഷേ എമൗണ്ട് കൂടുതലായിരിക്കും. 55,000 രൂപേൻ്റെ മെഷീനാണ് ഇപ്പം മോൻ യൂസ് ചെയ്യുന്നത്. അത് അവൻ്റെ കേൾവിൻ്റെ ഇതിനനുസരിച്ചിട്ട് അത്രയും ലോസാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ചെവിയിൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞാണ് മറ്റേ ചെവിയിൽ വെക്കുന്ന മെഷീൻ്റെ പ്രൈസ്, ഇത് ഹിയറിംഗ് എയ്ഡിൻ്റെ പ്രൈസാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും ചിലപ്പം ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള എമൗണ്ട് വരും. എന്തായാലും നല്ല കുറഞ്ഞ ആ ഒരു എമൗണ്ടിൻ്റെ ഒന്നും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അത്രയും ലോസുള്ള കുട്ടികളായതുകൊണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് കേരളത്തിലുള്ളത്. 120 കോടി രൂപയുടെ പദ്ധതികളാണ് SSK വഴി ഓരോ വർഷവും കേരളത്തിൽ നടപ്പാക്കുന്നത്. കേന്ദ്രം നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ കേരളം ഒപ്പുവെക്കാത്തതാണ് വിഹിതം അനുവദിക്കാത്തതിന് കാരണം. ഇതിന്റെ പേരിൽ കേരളത്തെ തഴയുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.